Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൈഫ് ബീറ്റ്സിൽ നമ്മോടൊപ്പം എല്ലാ ആഴ്ചയും ഉള്ളതുപോലെ തിരുവനന്തപുരം പേട്ട അക്ഷരവേദി പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും MD-യുമായ ഡോക്ടർ സ്വീറ്റി ഉണ്ട്. ഡോക്ടർക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും ഡോക്ടർ ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. വളരെ പ്രാധാന്യമുള്ള സ്ത്രീകളെ സ്ഥിരമായി അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നാം ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് മിക്കവാറും സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. എപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും ആദ്യം നമ്മളോട് ഈ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് വരാൻ പറയും ഡോക്ടേഴ്സ്. തൈറോയിഡാണ് ഇന്നത്തെ ടോപ്പിക്. ഡോക്ടർ ഇന്ന് ഒരുപാട് കോമൺ ആണിത്. എന്താണ് ബേസിക്കലി എല്ലാവർക്കും ഉണ്ട് തൈറോയിഡ്, ചോദിച്ചാൽ എല്ലാവർക്കും ഇന്ന് ഈ പ്രശ്നമുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ഈ എല്ലാവരും കഴിഞ്ഞ ദിവസം എൻ്റെ OP-യിൽ വന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് തൈറോയിഡ് ഉണ്ടോ? എന്നോട് തൈറോയിഡ് ഉണ്ടെങ്കിൽ തടി വയ്ക്കും എന്ന് എല്ലാവരും പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ചിരിയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ മിക്കവർക്കും ഈ തൈറോയിഡ് എന്തോ ഒരു സംഭവം ദേഹത്തുണ്ടെന്നറിയാം. അതിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തടി കൂടും എന്നുള്ള ഒരു പോയിന്റ് എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് എല്ലാ സ്ത്രീകൾക്കും അറിയാം. പിന്നെ തൈറോയിഡ് എന്തൊക്കെയോ എന്ത് കാരണം എന്നറിയില്ല, എന്ത് കാരണം കൊണ്ടോ തൈറോയിഡ് ചെക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഈ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. കുട്ടിക്കറിയാമോ തൈറോയിഡ് എന്താണെന്ന് ചോദിച്ചു. അപ്പം അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, നമ്മുടെ ദേഹത്തുള്ള എന്തോ ഒരു അവയവമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവയവം എവിടെ ഇരിക്കണേ ശരിക്കറിയില്ല, വയറ്റിലാണോ അത് എവിടെയോ ആണെന്നറിയാം എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ തൈറോയിഡ്, സോ അതിനെക്കുറിച്ച് വലിയ അവബോധമോ ബോധവൽക്കരണമോ ബേസിക്കലി ഇല്ല. ഏതാണ്ടൊക്കെ അറിയാം എന്നല്ലാതെ അതിനെ വെച്ചുകൊണ്ടുള്ള കളിയാ എല്ലാവരും. അല്ലാതെ ശരിക്കും തൈറോയിഡ് എന്താണെന്നൊരു ബോധം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥി, ഹോർമോൺ ചുരത്തുന്ന ഗ്രന്ഥി. അത് എല്ലാരിലും ഉണ്ട്. അതിൽ തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിക്കണതിൽ പ്രസക്തിയില്ല. ഈ ചിലർ BP ഉണ്ടോ എന്ന് ചോദിക്കും. എല്ലാവർക്കും BP ഉണ്ട്. ബ്ലഡ് പ്രഷർ ഇല്ലെങ്കിൽ തലച്ചോറിലേക്ക് ബ്ലഡ് പോകത്തില്ല. സോ അത് കൂടിയോ കുറഞ്ഞോ എന്നുള്ളതാണ് ഡിസീസ്. സോ അതേപോലെ തൈറോയിഡ് ഗ്രന്ഥി എല്ലാവർക്കും ഉള്ളതാ. അത് ചുരത്തുന്ന ഹോർമോൺ കൂടുന്നോ കുറയുന്നോ എന്നുള്ളത് വെച്ചിട്ടാണ് അതിന്റെ അസുഖാവസ്ഥയെ നമ്മൾ പറയുന്നത്. സോ അതാണ് ഈ ആളുകൾ അറിയാത്തത് കൊണ്ട് തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. തൈറോയിഡ് എല്ലാവർക്കും ഉണ്ട്. അതൊരു ഗ്ലാൻഡാണ്, എല്ലാവർക്കും ഉണ്ട്. കഴുത്തിന്റെ ഈ ഭാഗത്ത് നടുക്ക് നമ്മൾ ഈ ഉമിനീര് ഇറക്കുമ്പം അത് വലുതാവുകയാണെങ്കിൽ കാണാൻ പറ്റും. ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണണം. കഴുത്തിലാണ്, വയറ്റിലൊന്നും അല്ല, കഴുത്തിലാണത്. ശരിക്കും ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനത്തെ ഷേപ്പിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവം കറക്റ്റ് നമ്മുടെ കഴുത്തിന്റെ നടുക്കാണത്. സോ അതാണ് തൈറോയിഡ്. 4 ഭാഗങ്ങളുണ്ട് അതിന്, 4 ലോബ് എന്ന് പറയും. അപ്പോൾ അതാണ് തൈറോയിഡിന്റെ. സോ ഈ തൈറോയിഡ് ചുരത്തുന്ന ഹോർമോൺ, സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ നമ്മൾ തൈറോക്സിൻ എന്ന് വിളിക്കുന്നു. തൈറോക്സിൻ എന്നാണ് അതിന് പറയുന്നത്. ഹോർമോണിന്റെ പേര് തൈറോക്സിൻ. അപ്പോൾ ഈ തൈറോക്സിൻ കൂടാം കുറയാം. തൈറോക്സിൻ കുറഞ്ഞാൽ നമ്മൾ അതിനെ ഹൈപ്പോ തൈറോയിഡിസം
എന്തും കുറയുമ്പം അതൊരു ഗ്രീക്ക് വേർഡാണ് ഹൈപ്പോ എന്നാണ് പറയുന്നത്, ഹൈപ്പോ തൈറോയിഡിസം. അതേപോലെ എന്തും കൂടുമ്പോൾ നമ്മളതിന് ഹൈപ്പർ തൈറോയിഡിസം. കൂടുന്ന എന്തിനെ ഹൈപ്പർ എന്ന് പറയുമല്ലോ. അപ്പോൾ അപ്പം രണ്ടിനും 2 തരം പ്രോബ്ലംസ് ആണ്. പക്ഷെ കൂടുതലും നമ്മൾ കാണുന്നത് സ്ത്രീകളിലും ചെറിയ അളവിൽ പുരുഷന്മാരിലും, സ്ത്രീകളിലാണ് കൂടുതൽ, ഒരു അളവ് വരെ പുരുഷന്മാരിലും തൈറോയിഡ് കുറയുന്നതാണ് വളരെ കോമൺ. കുറയുന്നതാണ് സ്ത്രീകളിൽ വളരെ കോമൺ. ദാറ്റ് ഈസ് ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറഞ്ഞു പോവും. അതിൻ്റെ ആ ഗ്ലാൻഡിൻ്റെ ആ ഗ്രന്ഥിയുടെ പ്രവർത്തനം വളരെ കുറഞ്ഞു പോവും. അതാണ് എല്ലാവർക്കും ശരിക്കും വരുന്ന പ്രശ്നം. തൈറോയിഡ് ഉണ്ടോ ചോദിക്കുന്നത്, തൈറോയിഡ് ഉണ്ടോ എന്ന് ഈ ചോദിക്കുന്നത് ശരിക്കും ഹൈപ്പോതൈറോയിഡിസം. അതായത് ഈ തൈറോയിഡ് കുറഞ്ഞു പോയ അവസ്ഥയിലാണ് ഈ തടി വെക്കല്. അത് മാത്രമല്ല, തൈറോയിഡ് ഇത്രയും ചെറിയ ഒരു ഗ്രന്ഥിയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഉള്ള എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കരനാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിലും തൈറോയിഡിന്റെ ഒരു കൈ ഉണ്ട്. തൈറോയിഡിന്റെ ആ തൈറോക്സിൻ ഹോർമോൺ കാരണം എല്ലാ ഭാഗങ്ങളെയും എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ തലച്ചോറ് തൊട്ട് എടുക്കാം, തല തൊട്ട് തുടങ്ങാം, തലമുടി തൊട്ട് തുടങ്ങാം. തലമുടി ശരിക്കും പറഞ്ഞാല് തലമുടി പൊഴിച്ചില് ഇതിന്റെ ഇപ്പൊ ആദ്യം അത് കുറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അത് കുറയുകയാണെങ്കിൽ തലമുടി വളർച്ച കുറയും, എന്നിട്ട് അതിന്റെ പൊഴിച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഭയങ്കര തലമുടി പൊഴിച്ചിൽ വരുമ്പം നമ്മളെപ്പോഴും തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. സോ അപ്പോൾ ആ നാച്ചുറലായിട്ട് പുതിയ സെൽസ് ഉണ്ടാവാൻ, പുതിയ തരം ടിഷ്യൂക്കൾ ഉണ്ടാവാൻ എപ്പോഴും തൈറോയ്ഡ് ആവശ്യമാണ്. തൈറോയിഡിന്റെ ഹോർമോൺ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുടി പൊഴിച്ചിൽ ആദ്യം കൂടുതലുണ്ടായിരിക്കും. തൈറോയിഡിന്റെ പ്രവർത്തനമില്ലെങ്കിൽ, കുറഞ്ഞു പോയാൽ, തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോയാൽ ഇത് മുടി പൊഴിച്ചിൽ. അത് കഴിഞ്ഞ് തലച്ചോറിലേക്ക് വരാം. തലച്ചോറിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മന്ദത. നമുക്ക് ചില ആളുകളെയൊക്കെ കാണാം, ഇങ്ങനെ നോക്കിയിരിക്കുമ്പം നിന്ന നിപ്പിൽ കിടക്കൊന്നും വേണ്ട, ഇരുന്ന ഇരിപ്പിലേക്ക് അങ്ങ് ഉറങ്ങിപ്പോവും. ചിലർ എപ്പോഴും പറയും, ഡോക്ടർ എനിക്ക് പെട്ടെന്ന് ഇരുന്ന ഇരിപ്പിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് പറയും. അപ്പൊ ആ തലച്ചോറിലേക്കുള്ള ആ പ്രവർത്തനം വളരെ കുറവായിരിക്കും ഈ തൈറോക്സിൻ കുറയുകയാണെങ്കിൽ. അപ്പം തലച്ചോറിലേക്കുള്ള രക്തം പോകുന്നതിന്റെ ഓക്സിജൻ വരെ കുറവായിരിക്കും. കാര്യം വെച്ചാൽ ഇതാണ് അതിനെ കുറെ അധികം പ്രേരിപ്പിക്കുന്നത്. സോ ഇപ്പം തലച്ചോറിന്റെ പ്രവർത്തനവും കുറഞ്ഞിരിക്കും. അത് കാരണം ഈ തൈറോയ്ഡ് ഉള്ളവർ എപ്പോഴും ഒരു ഡിപ്രഷനിലിരിക്കണം. കാണാം മിക്കവാറും കുറഞ്ഞു പോയാൽ, തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാൽ പോയിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഒരു ജോലിയും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആകെ ഒരു മന്ദതയാണ്. നല്ല ആക്റ്റീവായിരുന്ന സ്ത്രീ ആയിരിക്കും, പക്ഷെ മൊത്തത്തിലൊരു മന്ദതയും ആകെ ഒരു വയ്യായികയും, ഒന്നും ചെയ്യാനൊരു ഇഷ്ടമില്ലായ്മ, പിന്നെ പോയി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുക, ഒരു ഡിപ്രഷനിലിരിക്കുക, വലിയ സംസാരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഉറക്കം ഭയങ്കരമായിരിക്കും. ഇങ്ങനെ ചുമ്മാ ഒരു ഇത് വരണതിൻ്റെ ഇടയ്ക്ക് ഒരു സമയം ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സമയം കൊണ്ട് ഒരു അങ്ങ് ഉറങ്ങിപ്പോവും. അവരറിയുന്നില്ല, അറിയാതെ തന്നെ ഉറങ്ങിപ്പോവും. സോ അങ്ങനെ തലച്ചോറിന്റെ പ്രവർത്തനം. അടുത്തത് ഹാർട്ടിന്റെ പ്രവർത്തനം വളരെ സ്ലോ ആയിട്ട് ആകാൻ പറ്റും. ഇത് തൈറോയിഡ് സ്ലോ ആവുന്നതോടുകൂടി എല്ലാ അവയവങ്ങളും സ്ലോ ആവുകയാണ് ശരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റും വളരെ സ്ലോ ഹാർട്ട് ബീറ്റ്സും വളരെ നമുക്ക് ബ്രാഡികാർഡിയ എന്ന് പറയും വളരെ കുറവായിട്ടാണ് അതിന്റെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന പ്രവർത്തനം വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തലച്ചോറിലേക്ക് ബ്ലഡ് പോകാനും ഒക്കെ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശങ്ങളും ഉള്ള പ്രവർത്തനവും, അപ്പം ഈ ഒരു റെസ്പിറേഷന്റെ പ്രോബ്ലമും, നമുക്ക് ഈ ശ്വാസം വിടുന്നതിന്റെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ കുടൽ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്കും അതിൻ്റെയും മൂവ്മെന്റ് എന്ന് വെച്ചാൽ എല്ലാ ബവൽസിന്റെ മൂവ്മെന്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് സിവിയർ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ കാണാൻ പറ്റും.
നല്ല കോൺസ്റ്റിപ്പേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. മരുന്നുകളൊക്കെ കൊടുത്താൽ കുറച്ചൊക്കെ വ്യത്യാസം വരും എന്നല്ലാതെ സ്ഥിരം കാണും അവർക്ക്. അത്രയ്ക്കുള്ള ഫുഡ്, അങ്ങനത്തെ ഒരു വലിയ മാംസ ഫുഡുകളോ അങ്ങനെ ഒന്നും കഴിക്കാത്തവരായിരിക്കും. എന്നാൽ പോലും ഈ ബവലിന്റെ മൂവ്മെന്റ് കുറവാണ്. ബവൽ മൂവ് ചെയ്താൽ മാത്രമേ ഈ വേസ്റ്റ് ഫുഡ് വെളിയിലോട്ട് പോവുള്ളൂ. സോ അങ്ങനെ ഒരു സംഭവവും ഈ ശരിക്കും പറഞ്ഞാൽ ഈ തൈറോയിഡിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ഭവിക്കില്ല. അത് ആക്ച്വലി അതിന്റെ പ്രവർത്തനം കുറഞ്ഞു നിർത്തും. നേരെ മറിച്ച് തൈറോയിഡ് കൂടുതലാണെങ്കിൽ ലൂസ് മോഷനാണ് വരുന്നത്. Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. ശരിക്കും ബവൽ മൂവ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ചുമ്മാ ഇങ്ങനെ മോഷൻ ഒരു ലൂസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചുമ്മാ ബവൽ മൂവ്മെന്റ് ദഹിക്കും മുമ്പേ ബവൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അപ്പം കൂടുതലിന് അങ്ങനത്തെ ഒരു ഇത് വരും. രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം. പിന്നെ സ്കിന്നിലാണെങ്കിലും തൈറോയിഡ് വളരെ കുറഞ്ഞിരിക്കുന്നവർക്ക് നല്ല ഡ്രൈ സ്കിന്നായിരിക്കും. സ്കിന്നിന് ഒരു നല്ല ഡ്രൈനെസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആ സെക്രീഷൻസ് ഒന്നും കുറവായിരിക്കും. നമുക്ക് സെബം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്രീഷൻ സ്കിന്നിലെ കൊച്ചു കൊച്ചു സുഷിരങ്ങളിൽ നിന്ന് ചെറിയ സെക്രീഷനൊക്കെ ഉള്ളത് കൊണ്ട് സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ മോയിസ്റ്റ് ആയിട്ടിരിക്കണം. പക്ഷേ സ്ത്രീകളിലാണ് കൂടുതൽ ഈ തൈറോയിഡിന്റെ പ്രശ്നം വരുന്നത്. അതാണ് മെയിൻ തിങ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്കിൻ വളരെ ഡ്രൈ ആവും. അതൊരു പ്രോബ്ലം ആയിട്ട് വരും. അപ്പം ചൊറിച്ചിലും, ഡ്രൈ ആവുന്ന സ്കിന്നിൽ എപ്പോഴും ചൊറിച്ചിൽ വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഇൻഫെക്ഷൻ വരും. അങ്ങനെയൊക്കെ ഉള്ള അടുത്ത പ്രോബ്ലംസ് അതാണ് അടുത്തത് വരും. പിന്നെ തൈറോയിഡ്, തൈറോയിഡ് കുറവായിട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. നമ്മൾ വെറുതെ ചുമ്മാ ബാക്കി എല്ലാവർക്കും സാധാരണ ഒരു ക്ലൈമറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് മാത്രം ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ബ്ലാങ്കറ്റും ഒക്കെ പൊതിച്ചിരിക്കണതാണ്. സോ അപ്പം ചെറിയ ഒരു തണുപ്പ് പോലും സഹിക്കാൻ, ഒരു ഫാൻ ഇട്ടാൽ പോലും അവർ സഹിക്കില്ല. അത്രയ്ക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങും. നേരെ മറിച്ച് തൈറോയിഡ് കൂടുതലുള്ളവർക്ക് ചൂട് ഭയങ്കര ചൂട് പറഞ്ഞുകൊണ്ട് നടക്കും. ചുമ്മാ മഴ പെയ്താലും പറയോ ചൂടാണെന്ന് പറയും. സോ ഒരു ഹോർമോൺ എത്രത്തോളം നമ്മൾ അഫക്ട് ചെയ്യാൻ പറ്റും. സോ ബോഡിയിലെ ഒരു പാർട്ട് പോലും ഇല്ല അഫക്ട് ചെയ്യാത്തത്. ഈവൻ ഹെയർ, സ്കിൻ എല്ലാം. ഇതിനെല്ലാത്തിനെക്കാട്ടിലും വലിയ വലിയ കാര്യം എന്ന് പറയുന്നത് ഈ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞാൽ ഏറ്റവും ആദ്യം കുഴപ്പമുണ്ടാവുന്നത് സ്ത്രീകളിൽ ഉൽപാദന ശേഷിക്ക്, ദാറ്റ് ഈസ് വന്ധ്യത, ഇതിന്റെ ഏറ്റവും പ്രഥമമായ ഒരു കാര്യമായിട്ട് വരും. ആണിനും പെണ്ണിനും തൈറോയിഡ് കുറഞ്ഞാൽ, ഹൈപ്പോ തൈറോയിഡായിട്ട് വന്നാൽ എന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡ് ഉള്ള ഒരു പെണ്ണിന് ശരിക്കുള്ള എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ മുട്ടകൾ ശരിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മുട്ടകൾ ഉണ്ടായാൽ മാത്രമേ അത് പുരുഷ ബീജവുമായിട്ട് ചേർന്നൊരു കുട്ടിയായിട്ട് വരാൻ പറ്റുള്ളൂ. സോ നാച്ചുറലി ആ ഒരു സംഭവം നടക്കത്തില്ല. സോ ഓവുലേഷൻ നടക്കാൻ തടസ്സമായിട്ട് വരും. സോ അതിൽ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത് ഈ വന്ധ്യത ഉണ്ടാവുക എന്നുള്ളത്. പുരുഷന്മാർക്കുണ്ടാവാം. പുരുഷന്മാരിലും തൈറോയിഡ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞിരിക്കുമ്പം ബീജവും ഉണ്ടാവില്ല. സോ അപ്പം ബീജ ഉൽപാദനത്തിനും അണ്ടോൽപാദനത്തിനും വളരെ വളരെ അത്യാവശ്യമാണ് തൈറോയിഡിന്റെ ഹോർമോൺ. അപ്പൊ ഇത് രണ്ടു പേർക്കും പ്രശ്നമായിട്ട് വരുന്നതാണ് ഈ സംഭവം. അപ്പോൾ രണ്ടുപേരിലും നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും ഈ വന്ധ്യതയുടെ ചികിത്സയ്ക്ക് വരുമ്പോഴത്തേക്കും. അതൊരു വളരെ അത്യാവശ്യ കാര്യമാണ്. പിന്നെ വേറെ ഈ ഗർഭധാരണത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ആദ്യത്തെ മാസമുറ കറക്റ്റായിട്ട്, മാസമുറ എല്ലാ മാസവും കറക്റ്റായിട്ട് വരണമെങ്കിൽ
തൈറോയ്ഡ് ഹോർമോൺ നേരെ തന്നെ ഇരിക്കണം. ഇതല്ല അത് കുറഞ്ഞാണ് ഇരിക്കണമെങ്കിൽ മാസങ്ങൾ വരില്ല, പല മാസങ്ങൾ ഇത് വരാതിരിക്കും, വരാതെ തന്നെ പോവും. പിന്നെ നമ്മൾ നോക്കി എല്ലാം ഇത് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ പീരിയഡ്സിന്റെ പ്രശ്നം നന്നായിട്ട് ഉണ്ടാവും. തൈറോയ്ഡ് കുറയുകയാണെങ്കിൽ വളരെ കൂടുതൽ ആയിട്ട് ആ പ്രശ്നം ഉണ്ടാവും. അത് മാത്രമല്ല, ഈ വെയിറ്റ് കൂടാൻ തൈറോയിഡ് കുറഞ്ഞാൽ ഒരു പ്രശ്നമാവും. ഇപ്പൊ എല്ലാവരും വെയിറ്റ് കൂടുന്നു. അത് എന്തെന്ന് വെച്ചാൽ ഈ തൈറോയിഡിന്റെ കുറവ് കാരണം ഹോർമോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് വരും. ആ ഫാറ്റ് ചെലവായി പോകണം, മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ട് അത് ചെലവായി പിന്നെ വേസ്റ്റ് ആയിട്ട് അങ്ങ് പോണം. അങ്ങനെ ഒരു പ്രക്രിയ കുറഞ്ഞു പോകും. തൈറോയിഡ് അതിനാവശ്യമാണ്. അപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺ ഇല്ലെങ്കിൽ, തൈറോക്സിൻ ഇല്ലെങ്കിൽ, അത് ഫാറ്റ് നല്ലോണം സൈക്കിൾ ചെയ്ത് വെളിയിൽ പോവാതെ ഡെപ്പോസിറ്റ് ആവും, ബോഡിയിൽ തന്നെ അങ്ങ് അടിഞ്ഞു കൂടുമ്പോ അത് വെയിറ്റ് കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞവർക്കെല്ലാം കൊളസ്ട്രോൾ കാണാം. നമുക്ക് കൊളസ്ട്രോൾ ഫാറ്റ് കൂടുന്നുണ്ട്, കൊളസ്ട്രോൾ ഹൈ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ എങ്ങനെ തടി കൂടുന്നു അങ്ങനെയൊക്കെ എല്ലാവർക്കും അതുണ്ടാവും. തടി കൂടുന്നു അറിയുള്ളൂ, ഇതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോ അതാണ് ലോജിക്കലി ഇതാണ് അതിന്റെ പെത്തോളജി ഇതാണ്. സോ ഇതൊരു കാര്യം. പിന്നെ ഇതേ പിന്നെ വീണ്ടും നമ്മൾ ഗർഭധാരണത്തിലേക്ക് വരികയാണെങ്കിൽ അബോർഷൻസ്, തൈറോയിഡ് ഹോർമോൺ ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആയാലും അബോർഷൻസ്, റിപ്പീറ്റഡ് അബോർഷൻസ് വരികയാണെങ്കിൽ നമ്മൾ തൈറോയിഡിന്റെ അളവ് നോക്കണം. പിന്നെ അതല്ലാതെ തന്നെ അളവ് ഒരുവിധം നോർമൽ പോലെ കാണിക്കുമെങ്കിലും സബ് ക്ലിനിക്കൽ തൈറോയിഡ് എന്നൊന്നുണ്ട്. അതായത് നമുക്ക് ഈ പരിശോധനയിൽ അറിയാൻ പറ്റില്ല, പക്ഷെ ഇവരിൽ തൈറോയിഡിന്റെ കുറവ് ഉണ്ടായിരിക്കും. പക്ഷെ അറിയാൻ പറ്റില്ല, പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റില്ല. പക്ഷെ സിംറ്റംസ് ഒക്കെ നോക്കിയാൽ എല്ലാം ഏകദേശം ഇവർക്ക് കാണും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഡോസിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങേണ്ടി വരും. ചെറിയ ഡോസിൽ, അതൊരു ചെറിയ ഡോസിൽ കഴിച്ചു എന്ന് വെച്ചിട്ട് ദോഷമൊന്നുമില്ല. നമ്മൾ ഇല്ലാത്ത തൈറോയിഡ് ഹോർമോണിനെ നമ്മൾ ടാബ്ലറ്റ് ഫോമിലാക്കി നിശ്ചിത അളവുകളിൽ പലതരം ടാബ്ലറ്റ് ഉണ്ട്. ഓരോരുത്തർക്കും എത്ര കുറവുണ്ടോ അതിനെ ആഡ് ചെയ്യാനുള്ള രീതിയിലുള്ള ടാബ്ലറ്റ് ഫോമിലാണ്, വെറും വയറ്റിൽ കഴിക്കുന്ന ടാബ്ലറ്റ് ആയിട്ടാണ് അത് വരുന്നത്. അങ്ങനെയാണ് നമ്മളത് കൊടുക്കുന്നത്. ലൈഫ് ബീറ്റ്സിൽ ഇനിയൊരു ഇടവേള. Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. ലൈഫ് ബീറ്റ്സ് തുടരുന്നു. തൈറോയിഡിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലും തൈറോയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ, ഹൈപ്പോ തൈറോയിഡ് എന്നുള്ള സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം അതില് ഗർഭധാരണം ഉണ്ടാവാൻ പ്രയാസം, ഫസ്റ്റ് മുട്ടകൾ ഉണ്ടാവാത്തത് കൊണ്ട്, എഗ്സ് ഉണ്ടാകാതെ, ഓവുലേഷൻ ഉണ്ടാവാത്തത് കൊണ്ട്, അതേപോലെ ബീജവും ഉണ്ടാവാൻ പ്രയാസമായിരിക്കും പുരുഷന്മാരിൽ വന്നാൽ. സോ ഫസ്റ്റ് ഉണ്ടാകാനുള്ള പ്രയാസം വന്ധ്യത. പിന്നെ ചിലപ്പോൾ ഉണ്ടായാൽ അബോർഷൻസ് വരിക, റിപ്പീറ്റഡ് അബോർഷൻസ് ഇങ്ങനെ മാറി മാറി 2-3 പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ടെസ്റ്റിൽ തെളിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കാണണം. ഒരു ചെറിയ ഡോസിൽ ഇത് സ്റ്റാർട്ട് ചെയ്യും.
അതൊക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ. ചിലപ്പം ഇതിന്റെ ഇത് എന്നുവെച്ചാൽ സിംറ്റംസ് ഒക്കെ ചോദിച്ചു നോക്കുമ്പം എല്ലാം ഉണ്ടാവും. സോ അത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. എല്ലാം നമുക്ക് ടെസ്റ്റിന്റെ റിസൾട്ട്സ് അനുസരിച്ചിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഗർഭിണി ഗർഭധാരണം വന്നു, ഗർഭിണിക്ക് ആദ്യമേ തൈറോയിഡിന്റെ കുറവുണ്ട്, നല്ല രീതിയിൽ തൈറോയിഡ് കുറഞ്ഞിരിക്കണം ഗർഭിണി ആയതിനു ശേഷം. അല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നിരിക്കും, അറിയില്ലായിരിക്കും, അവരത് നോക്കിയിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എല്ലാ സ്ത്രീകളോടും പറയണത്, ഒരു പ്രത്യേകിച്ച് ഈ കുട്ടികൾ ഉണ്ടാവുന്ന ഏജിലുള്ളവർക്ക് 2 മാസത്തിലൊരിക്കൽ തൈറോയിഡ് നോക്കിക്കൊള്ളാനാണ് പറയുന്നത്. എല്ലാരും നോക്കുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH ആണ്. സോ അപ്പം TSH സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൈറോയിഡ് ഇല്ലാത്തത് കൊണ്ട് അത് കൂടുതൽ അളവിൽ ചുരത്തി അത് തൈറോയിഡിനെ എങ്ങനെയെങ്കിലും പ്രവർത്തിക്കാൻ നോക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. തൈറോയിഡ് ഇല്ലാത്തിടത്തോളം അത് കൂടി വരും. സോ അത് എത്രത്തോളം തൈറോയിഡ് ഇല്ലയോ അത്രത്തോളം അതിന്റെ കൂടുതലാണ്. രണ്ടും ഓപ്പോസിറ്റ് ബന്ധങ്ങളാണ്. അപ്പം തൈറോയിഡ് കുറഞ്ഞാൽ ഇത് കൂടും, തൈറോയിഡ് വളരെ കൂടുതലാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അങ്ങനെയാണ്. സോ ഇത് വന്നിട്ട് ഒരു സ്റ്റിമുലേഷനാണ്. ആ സ്റ്റിമുലേഷൻ കൊടുത്തോണ്ടേയിരിക്കും. അത് ഇല്ല എന്നുണ്ടെങ്കിലും അത് പ്രൊട്ടക്റ്റീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തൈറോയിഡിനോട്. ബട്ട് തൈറോയിഡ് വിൽ നോട്ട് റെസ്പോണ്ട്. അതാണ് അതിന്റെ പ്രശ്നം. സോ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ ഈ ഗർഭിണികളിൽ ഇപ്പൊ ഒരു കുട്ടി ഗർഭിണിയായി നേരത്തെ അവൾക്ക് തൈറോയിഡിന്റെ കുറവുണ്ട്, തൈറോക്സിന്റെ കുറവുണ്ട്, പക്ഷേ ദെൻ അറിയുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്തും ഉണ്ട് ആളുകൾ ഡോക്ടറെ കാണിക്കരുത്, ചികിത്സകളൊന്നും ചെയ്യരുത്, ടെസ്റ്റ് ഒന്നും ചെയ്യരുത്, ഇതൊക്കെ ഡോക്ടർ പൈസ പിടിക്കാനാണെന്നാണ് പറയുന്നത്. വിശ്വാസമല്ല, അഹങ്കാരമാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യുമ്പം വരുന്ന പ്രശ്നത്തിലൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ തൈറോയിഡ് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി പോസിറ്റീവിലെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ചെക്ക് ചെയ്യുന്നതാണ്. അതിന് വലിയൊരു കാര്യമുണ്ട്. ഈ മിക്കവരിലും തൈറോയിഡ് കുറവാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക സ്ത്രീകളിലും അത് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡിന്റെ കുറവ് കാണുകയാണെങ്കിൽ ആ സെക്കൻഡിൽ മരുന്ന് തുടങ്ങും. കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ അതിനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടി, നമ്മളത് ചികിത്സിക്കാതെ പോവുകയാണെങ്കിൽ കുട്ടി ജനിക്കുന്നത് മന്ദബുദ്ധിയായിട്ടായിരിക്കും, ഷോർട്ടായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും, മന്ദബുദ്ധിയായിരിക്കും, കുട്ടിക്ക് മെന്റൽ ഹെൽത്ത് ഉണ്ടാവില്ല, തിരിച്ചറിവ് ഉണ്ടാവില്ല, IQ ലെവൽ കുറവായിരിക്കും. ആ കുട്ടിയെ നമ്മൾ ക്രെറ്റിൻ എന്ന് വിളിക്കും. ആൻഡ് ആ അസുഖത്തിന് ക്രെറ്റിനിസം, വയറൊക്കെ ഇങ്ങനെ ചാടിയിട്ട് വളരെ ഹൈറ്റ് കുറഞ്ഞ് ആള് വന്നിട്ട് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു മെന്റലി ഇല്ലെന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റും. സോ ഒരു തൈറോയിഡിന്റെ കുറവ് കൊണ്ട് എത്രത്തോളം ദൂഷ്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഡോക്ടർ അത് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് അപ്പൊ തന്നെ അതിന് ഉചിതമായ ട്രീറ്റ്മെന്റ് കൊടുത്ത് തൈറോയിഡിനെ നല്ല കൺട്രോളിൽ വെച്ച് നോർമൽ ആക്കിയാൽ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടും. ഇപ്പൊ നമ്മളടുത്ത് തന്നെ എത്ര തൈറോയിഡ് ഉള്ള പേഷ്യൻസ് ഗർഭിണികൾ വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ എവ്രി മന്ത് ചെക്കപ്പ് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ ട്രീറ്റ്മെന്റ് ചിലപ്പം കൂട്ടേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. അങ്ങനെ അതിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടിക്ക് ഒരു കുഴപ്പവും വരുത്താതിരിക്കാൻ ലാസ്റ്റ് വരെ കൊണ്ടുപോകും. എന്നിട്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനെയും ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് കുഞ്ഞിലും ചെറിയ ഈ അമ്മയ്ക്ക് ഇത് ഉള്ളതുകൊണ്ട് കുഞ്ഞിലും നമുക്ക് അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുഞ്ഞിനെയും നമുക്ക് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. 2-3 ദിവസം കുഞ്ഞിനും. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ചിലപ്പം അവർക്ക് വേറെ ഒന്നും കുഴപ്പമില്ല, അമ്മയ്ക്ക് നമ്മൾ മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കല്ലേ, അപ്പൊ കുഞ്ഞില് ചെറിയ തൈറോയിഡ് കുറവ് ഉണ്ടാവാൻ സാധ്യത. അപ്പൊ നമ്മൾ ആ തൈറോയിഡ് കുറവ് കുഞ്ഞിനും ഗുളികളൊക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്യും. സോ അപ്പം അല്ലാതെ വേറെ കുഴപ്പമൊന്നും കുഞ്ഞിനുണ്ടാവില്ല. അത് ഡോക്ടർ പറഞ്ഞോണ്ട് ചോദിക്കുക, ഇതിന് പാരമ്പര്യമായിട്ടൊരു അങ്ങനെ കണക്ഷൻ ഉണ്ടോ? അമ്മയ്ക്കുണ്ടെങ്കിൽ അടുത്ത മകൾക്ക് വരും, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ? അങ്ങനെ നമ്മള് കണക്ഷൻ ചിലപ്പം റേറല്ല, മിക്കവാറും കാണാറുണ്ട്. പേരൻസിനുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. പക്ഷെ കൂടുതലും അങ്ങനെ അതൊരു ഹെറിഡിറ്ററി ഡിസീസ് അല്ല, നോട്ട് ലൈക്ക് ദാറ്റ്. പിന്നെ വളരെ
ദാരിദ്ര്യാവസ്ഥയിൽ താഴെയുള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ന്യൂട്രീഷൻ വളരെ മോശമായിട്ടുള്ള ന്യൂട്രീഷൻ, നല്ല ഫുഡ് എടുക്കാത്ത, നല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു ഇത് എടുക്കാത്ത ആളുകൾക്കും ഇത് വരെ. ഇപ്പൊ വലിയ സാമ്പത്തിക അവസ്ഥയിലുള്ളവരാണെങ്കിലും ഫുഡ് എടുക്കുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അപ്പൊ ഈ തൈറോയിഡിന്റെ കുറവ് ഇങ്ങനെയാണ് വരുന്നത്. കൂടുതൽ എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പർ തൈറോയിഡ് എന്നുള്ള സ്റ്റേജാണ്. ആ ഹൈപ്പർ തൈറോയിഡ് എന്നുള്ള സ്റ്റേജ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹാർട്ടിനെയാണ്. എന്തെന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഹാർട്ടിനെ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടും. നമുക്ക് ഒരു നിമിഷത്തിൽ അടിക്കണതിന്റെ ഇരട്ടിയായിരിക്കും ഹാർട്ട് പിന്നെ അടിക്കുന്നത്, ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞിട്ട്. സൈഡും പറഞ്ഞു അത് കൂടിയ ഇതും കുറവും പറഞ്ഞു. പിന്നെ ഈ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ലൂസ് മോഷൻ വരാം, പിന്നെ ഈ ഉറക്കമില്ലായ്മ, മറ്റേത് ഉറങ്ങിക്കൊണ്ടേയിരിക്കും, ഇത് ഉറക്കമില്ല എന്ന് വെച്ചിട്ട് ചിലർ വിചാരിക്കും മറ്റേ മുടി പൊഴിയാണെങ്കിൽ മുടി കൂടുതൽ. എനിക്ക് മുടി കൂടും, മറ്റേത് മുടി പൊഴിയോ. അപ്പൊ ഇവ പലരും വിചാരിക്കണ്ട എനിക്ക് കൂടുതൽ വരുമ്പോ മുടി കൂടുതൽ വളരുമോ. നോട്ട് ലൈക്ക് ദാറ്റ്. അത് ദോഷം എപ്പോഴും ദോഷമായിട്ട് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, സ്കിന്നിന് വന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് അപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ പിമ്പിൾസ് ഒരുപാട് വരും. നമുക്ക് ഓയിലി സ്കിന്നാവും കൂടുതൽ, സ്കിന്നിന് കുറെ ഓയിലിനെസ് കൂടുതൽ വരും, പിമ്പിൾസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മെലിയും കേട്ടോ, തടി കുറയും. അങ്ങനെ ഒരു തടിക്കണോ നല്ലോണം എന്നുവെച്ചാൽ ബോഡിയിൽ ഭയങ്കര മെറ്റബോളിസം നടന്നു, റീസൈക്ലിംഗ് ഓഫ് എല്ലാ കണ്ടന്റ്സും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഓവർ മെറ്റബോളിസം നടക്കുന്ന കൊണ്ടും ഈ മെലിഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാതെ ഒരാൾ പെട്ടെന്ന് അങ്ങനെ മെലിയുമ്പോൾ നമ്മൾ തൈറോയ്ഡ് വെച്ചാൽ പെട്ടെന്നൊക്കെ 12 കിലോ ഒക്കെ അങ്ങ് കുറഞ്ഞു പോകുന്നവരുണ്ട്. അത് ഒരു അൺബെയറബിൾ വെയിറ്റ് ലോസ് ആണ്. നമുക്ക് ഒരാൾക്ക് അറിയാൻ പറ്റും എന്താ ഇങ്ങനെയെന്നൊക്കെ. സോ വെയിറ്റ് ലോസിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ചിലർക്ക് ഇങ്ങനെ ലൂസ് ചെയ്ത് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്കത് തൈറോയിഡിന്റെ ഇത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയെ ഇങ്ങനത്തെ കുറച്ച് ഡേഞ്ചറസ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ എങ്ങനെയും അതിന്റെ പ്രവർത്തനത്തിന് കൂടുമ്പം അതിനെ എങ്ങനെയും തടസ്സപ്പെടുത്തി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. അത് വലിച്ചില്ലെങ്കിൽ ചിലപ്പം പ്രഗ്നൻസിക്ക് വേണ്ടി പോകണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ റേഡിയോ അബ്ലേഷൻ പറഞ്ഞിട്ട് റേഡിയോ വേവ്സ് കൊണ്ട് ആ തൈറോയിഡിന്റെ പ്രവർത്തനത്തിനെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ ഇഫക്റ്റ് പോയതിനു ശേഷം ഗർഭിണിയാവാം. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി. പക്ഷെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഗർഭിണിയാവാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം എന്തെങ്കിലും ഡോക്ടർ ഞങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഭക്ഷണം കൊണ്ടാണോ ഞങ്ങൾക്ക് ഇങ്ങനെ തൈറോയിഡ് വരുന്നത് എന്നൊക്കെ ചോദിക്കും. സോ ഒരു പരിധി വരെ കുറച്ച് കറക്റ്റാണ്. കാര്യം ഈ അയോഡിൻ എന്ന് പറയുന്ന നമ്മുടെ ഭക്ഷണത്തിലുള്ള അയോഡിൻ എന്ന് പറയുന്ന ഒരു തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാൻ ആവശ്യമാണ്. തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ അതിന്റെ ഒരു കണ്ടന്റ് ആണ് അയോഡിൻ. കാര്യം വെച്ചാൽ ആ തൈറോയിഡ് ഹോർമോണിന്റെ പേര് അതിന്റെ ശരിക്കും മെഡിക്കൽ പരമായിട്ടുള്ള നാമം എന്ന് പറയുന്നത് ടെട്രാ അയോഡോ തൈറോണിൻ, ട്രൈ അയോഡോ തൈറോണിൻ. അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥത്തിൽ നമ്മൾ മെഡിക്കലി അതിനെ വിളിക്കുന്നത്. സോ അയോഡോ എന്ന് വരുന്നത് കണ്ടില്ല, അത് അതിന്റെ കണ്ടന്റ് ആണ്. സോ ഈ തൈറോക്സിൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ കണ്ടന്റിൽ അയോഡിൻ വേണം. സോ നമ്മൾ എപ്പോഴും ഈ ടിവിയിലൊക്കെ അഡ്വർടൈസ്മെന്റ് ശ്രദ്ധിച്ചാൽ അയോഡൈസ്ഡ് സോൾട്ട് പലർക്കും അറിയില്ല എന്തിനാ ഈ അയോഡൈസ്ഡ് സോൾട്ട് എന്ന്. പക്ഷെ നമ്മൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ടാവും. അതെന്തോ ഗുണമുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അത് എന്ത് കാരണത്തിനാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. സോ ഈ അയോഡൈസ്ഡ് സോൾട്ട് വാങ്ങിക്കാൻ കാരണം നമ്മൾ ഇന്ത്യയിലുള്ള റിസർച്ച് നടത്തിയല്ലോ ഒരുപാട് പെൺകുട്ടികൾക്ക് തൈറോയിഡിന്റെ കുറവുള്ളത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, ഈ വന്ധ്യതയുടെ പ്രശ്നം, മാസക്കുളിയുടെ പ്രശ്നം, പിന്നെ സത്തില്ലാത്തതിന്റെ പ്രശ്നം, ന്യൂട്രീഷന്റെ പ്രശ്നം, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പെൺകുട്ടികളിൽ വരുന്നത് കൊണ്ടാണ് ഈ ഗവൺമെന്റ് ലെവലിലാണ് ഈ ഒരു അയോഡിൻ സോൾട്ടിൽ ചേർക്കാം എന്നുള്ള റിസർച്ച് വഴി അങ്ങനെ ഡിസൈഡ് ചെയ്ത ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട് സോൾട്ടിൽ ചേർത്തു എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അതിന് ഭാവവ്യത്യാസം ഒന്നും വരത്തില്ല, അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അതിന്റെ വീര്യം കുറയോ കൂടുകയോ ഒന്നും ഉണ്ടാവില്ല. വൺ തിങ്. സെക്കൻഡ് തിങ്, ഉപ്പ് കഴിക്കാത്ത ഭക്ഷണത്തിൽ ചേർക്കാത്ത ഒരു ഫുഡും നമ്മുടെ
ജീവിതത്തിൽ ഉണ്ടാവില്ല, ഏത് നാട്ടുകാരായാലും. അതേസമയം പഞ്ചസാര പലരും കഴിക്കില്ല. ഇപ്പൊ ഡയബറ്റിക്സ് ആയിട്ടുള്ളവർക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ വൈസ് ഡിസിഷൻ. അത് ഒത്തിരി റിസർച്ചസിൽ വന്ന ഡിസിഷൻ. സോ ഉപ്പില് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി നമ്മള് ഉപ്പില്ലാതെ നമ്മൾ ഒരു ഫുഡും കഴിക്കില്ല, ഒരാൾക്കും കഴിക്കാൻ പറ്റത്തില്ല. സോ അപ്പോ ഈ സോൾട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അത് എല്ലാവരും ഉൾക്കൊള്ളും. സോ നാച്ചുറലി അയോഡിന്റെ ഇഫക്റ്റ് എല്ലാവർക്കും കിട്ടും. അയോഡിന്റെ ഇഫക്റ്റ് കിട്ടുന്നതോടുകൂടി തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ മാറും. തൈറോയിഡ് ഹോർമോൺ നല്ല രീതിയിൽ ചുരത്താൻ പറ്റും. ദാറ്റ് ഈസ് തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യും തൈറോക്സിൻ, നല്ല രീതിയിൽ തൈറോയ്ഡ് ഹോർമോൺ പ്രോപ്പറായിട്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് കൊച്ചുകുട്ടികളിൽ നിന്ന് അയോഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിപണിയിൽ കിട്ടുന്നത്. സോ കഴിവതും അയോഡൈസ്ഡ് സോൾട്ട് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക. കാര്യം വെച്ചാൽ ചിലപ്പോൾ നമുക്കറിയില്ല, നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ പോഷകാഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സോ എപ്പോഴും നല്ലത് ഒരു സപ്ലിമെന്റ് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ അത് ഏറ്റവും നല്ല ഒരു നമ്മളുടെ ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ് ഗുഡ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഈ മാൽ ന്യൂട്രീഷൻ. അതാണ് ഈ അയോഡൈസ്ഡ് സോൾട്ട്. ന്യൂട്രീഷൻ കുറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ അയോഡൈസ്ഡ് സോൾട്ട് ഇസ് എ ഗുഡ് വൺ. സോ അത് ഡോക്ടർ ഇതിന്റെ ഒരു ചികിത്സ ഇപ്പം എനിക്ക് തോന്നുന്നു സപ്ലിമെന്റ് ടാബ്ലറ്റ്സ് ആണ്. നമുക്ക് കുറഞ്ഞാൽ ടാബ്ലറ്റ്സ് തന്നെയാണ്. അത് പല അളവുകളിലുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് അത് എത്ര കുറഞ്ഞു എന്നുള്ള അളവ് നോക്കും, അതനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റ്സ് വെറും വയറ്റിൽ കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് ആണത്. രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഫുഡ് വല്ലതും കഴിക്കുള്ളൂ. സോ അങ്ങനെയാണ് അതിൻ്റെ ഇത്. മറ്റേ ടാബ്ലറ്റും അതേപോലെ തന്നെ, പക്ഷെ അത് വേറെ തരം ടാബ്ലറ്റ്സ് ആണ് ഈ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കാര്യം കൂടി ഇതിന്റെ കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇത് മുഴുവനാവില്ല. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ക്യാൻസർ വരാം. 2 തരം ക്യാൻസറുകൾ വരാം. കൂടുതൽ ഹൈപ്പർ തൈറോയ്ഡ് വരുന്നവർക്ക് അതിൽ കൂടുതൽ ചാൻസസ് ഉണ്ട്. ഈ കൂടുതൽ വരുന്നവർക്ക് തൈറോയിഡിന്റെ ആക്ടിവിറ്റി കൂടുതലാവുമ്പം ടിഷ്യൂ സെൽസ് ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. സോ അപ്പം തൈറോയ്ഡ് ക്യാൻസേഴ്സ് വളരെ കോമൺ ആണ്. പക്ഷേ ഭാഗ്യവശാൽ അത് ക്യൂർ ചെയ്യാനും പറ്റും. തൈറോയ്ഡ് ക്യാൻസർ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ, അതുകൊണ്ട് പേടിക്കാനില്ല. പക്ഷെ അത് നേരത്തെ കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ എല്ലാവരോടും എനിക്ക് പറയേണ്ട ഒരു കാര്യം, തൈറോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രന്ഥി, ഒരു ഹോർമോണാണ്. സോ എല്ലാ ആണായാലും പെണ്ണായാലും നിങ്ങൾ ഒരു 2 മാസം അല്ലെങ്കിൽ മിനിമം ഒരു 3 മന്ത്സിലൊരിക്കൽ ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആണ്. TSH എന്ന് പറയുന്ന സംഭവം നോക്കിയാലും മതി. അത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതിൽ കൂടുതലോ കുറവോ കണ്ടാൽ പിന്നെ നമുക്ക് ടോട്ടൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ തൈറോയ്ഡ് കാരണം ഒരു ദോഷം ആർക്കും വരാതിരിക്കാൻ ഈ ഒരു ടോക്ക് നിങ്ങൾക്കൊരു ബോധവൽക്കരണം തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So have a good life without thyroid malfunction. Thank you. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തൈറോയ്ഡ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഡോക്ടർ ചർച്ച ചെയ്തത്. Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959.